നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ആണ്ടൂർ നിത്യസഹായ മാതാ ദേവാലയം 1945-50 കാലഘട്ടത്തിൽ വയനാടിൻ്റെ ഭൂവിലേക്ക് ക്രിസ്തീയതയുടെ നവ്യഭാവവുമായി കടന്നുവന്ന ഒരു പറ്റം കുടിയേറ്റ മനുഷ്യരുടെ നിരന്തര ശ്രമഫലമായി പ്രകൃതിയുടെ പുതിയ ഭാവങ്ങളിൽ ജീവിതം പച്ചപിടിപ്പിച്ചു. കാലവും ചരിത്രവും ഇടകലർത്തി അവർ കരുപ്പിടിപ്പിച്ച ജീവിതങ്ങൾ കാലാന്തരത്തിൽ വയനാടിൻ്റെ ചരിത്ര ഏടുകളിൽ പുതിയ സ്ഥാനങ്ങൾ നേടി. ഇന്ന് ആണ്ടൂരിലെ ജനജീവിതത്തിനുമേൽ ആത്മീയതയുടെ പ്രകാശം പരത്തി ഉയർന്നു നിൽക്കുന്ന ഈ കുരിശ് ആശ്രയത്വത്തിൻ്റെ അനുഗ്രഹമാകുന്നു. ഇവിടെ നിന്നും ഉയരുന്ന ക്രിസ്തീയ സ്തുതിപ്പുകൾ ഈ നാടിൻ്റെ ഐശ്വര്യമാവുന്നു. ഈ നല്ല ഇടയൻ്റെ കരങ്ങൾ നേർരേഖ ചൂണ്ടുന്നു. ഈ പാരിഷ് കൗൺസിലിൽ 19 അംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. 7 കുടുംബ യൂണിറ്റാണ് ഈ ഇടവകയിലുള്ളത്. 6 സമിതികളും 7 കുടുംബ യൂണിറ്റും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. KCYയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ വയനാട് മേഖലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് ആണ്ടൂർ യൂണിറ്റ്. അവർ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ മാതൃസംഘടന, പിന്നെ ഈ കഴിഞ്ഞ വർഷം ഈ 2017 ഈ ഇടവകയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു. എന്ന് വെച്ചാൽ കുറേ കാലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഇടവകയിൽ ഒരച്ഛനെ ലഭിച്ചിരിക്കുകയാണ്, അർജുൻ ജോൺ അച്ഛൻ. അത് ഞങ്ങൾക്ക് ഇടവകക്കാർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഇടവക ജനങ്ങളിൽ എല്ലാവരും ഒത്തൊരുമയോടെ അച്ഛനോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏതു നേരവും സന്നദ്ധരായി ഉണ്ട്. അതുതന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഈ ഇടവകയ്ക്ക്. പിന്നെ ഈ ഇടവകയിലെ തിരുനാൾ എല്ലാ വർഷവും ഡിസംബർ 2ാമത്തെ ആഴ്ചയാണ് നടത്തുന്നത്. പ്രധാന ദിനങ്ങൾ ഈ കൊല്ലത്തെ തിരുനാൾ 1 തൊട്ട് തുടങ്ങുമെങ്കിലും പ്രധാന തിരുനാൾ ദിനങ്ങൾ 8, 9, 10 തീയതികളിലാണ്. തിരുനാളിനും എല്ലാ കാര്യങ്ങൾക്കും ഇടവകങ്ങൾ എല്ലാവരും 96 കുടുംബങ്ങളാണ് ഉള്ളത്. അത് എല്ലാവരും ഇവിടെ എല്ലാ കാര്യത്തിലും സഹായിക്കുകയും എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നടത്താൻ അച്ഛനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആണ്ടൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് വയനാടിൻ്റെ അമ്പലയിൽ പഞ്ചായത്തിൽപ്പെട്ട ഒരു സ്ഥലത്താണ്. പോരാത്തത് തമിഴ്നാടിൻ്റെ നീലഗിരി ജില്ലയിൻ്റെ ഒരു അതിർത്തി ഈ പള്ളീൻ്റെ ഓട് ചേർന്നാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ കോഴിക്കോട് രൂപത ഇടയൻ വർഗീസ് ചക്കാലക്ക പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും ഏതു നേരം ഒരു ശ്രദ്ധയും കിട്ടുന്ന ഒരു ഇടവകയാണ് ആണ്ടൂർ. ഇപ്പോൾ ഉള്ള ഷാനു അച്ഛൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം എല്ലാ രീതിയിലും ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ട് പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടുമോ?
നെഞ്ചകം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം അകറ്റാൻ നെഞ്ചകം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം അകറ്റാൻ തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. തിരുവോസ്തിരൂപ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ. ആത്മനായക ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? നിന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? ആരോരുമില്ലാത്ത നേരം ആദിയിലാഴുന്ന നേരം ആരോരുമില്ലാത്ത നേരം ആദിയിലാഴുന്ന നേരം തൃക്കൈകൾ നീട്ടി തുണയേകുവാനായി സ്നേഹമേ മനസ്സാകണേ. തൃക്കൈകൾ നീട്ടി തുണയേകുവാനായി സ്നേഹമേ മനസ്സാകണേ. എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ. ആത്മനായക ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ. ആത്മനായക എൻ്റെ അപ്പന് കോളനി സ്ഥലം കിട്ടിയിട്ട് വിമുക്തപര കോളനിക്കാർക്ക് കൊടുക്കുന്ന സ്ഥലത്തിൽ നിന്ന് കിട്ടിയിട്ട് അന്ന് 48 വന്നത് 1948 വന്നതാണ്. പിന്നെ ആ കാലങ്ങളിലെല്ലാം ഞങ്ങളുടെ വീട്ടിലാണ് കുർബാനകളെല്ലാം നടത്തിയിരുന്നത്. അങ്ങനെ അന്ന് സർക്കാരിൽ നിന്ന് ചുരുങ്ങിയ ഭൂമി കുറച്ച് കാലം കൊണ്ട് കിട്ടി. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലാണ് കുർബാനകളെല്ലാം നടത്തിയിരുന്നത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സ്ഥലം ഇവിടെ പള്ളിക്ക് കൊടുത്തതിന് ശേഷമാണ് ഇവിടേക്ക് പള്ളി മാറി പണിയുന്നത്. അന്ന് തൊട്ട് ഞാൻ കപ്പ്യാരായിട്ടൊരു ജോലിയൊക്കെ അങ്ങനെ ചെയ്തു പോരുകയാണ്. അത് അന്ന് ചെറിയതായൊരു പള്ളിയായിരുന്നു. പിന്നെ ഞങ്ങൾ 2-3 സ്ഥലത്തേക്ക് പിന്നെ പള്ളി മാറ്റി ഇപ്പോൾ ഇരിക്കുന്നത് വലിയൊരു പള്ളിയായിട്ട് പണിതിരിക്കുകയാണ്. അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടെയുള്ളൊരു പള്ളി പണിത്. അന്ന് അത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സിംത്തേരി ഉണ്ടായിരുന്നു. സിംത്തേരി ഇപ്പോൾ താഴേക്ക് ഇറക്കി ഇവിടെ കല്ലറകളാക്കി മാറ്റിയിട്ടുണ്ട്.
അന്ന് വളരെ തണുപ്പുള്ളൊരു കാലാവസ്ഥയായിരുന്നു. കാട്ടുമൃഗങ്ങളൊക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്ന കാലമാണ്. നമ്മൾ പകൽ തന്നെ വരുമ്പോൾ തന്നെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒരു കാലമായിരുന്നു. പന്നിയുടെ ശല്യം കൊണ്ട് കൃഷികളൊന്നും വിളവുകളൊന്നും എടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കാലാവസ്ഥ വളരെ തണുപ്പാണ്. തണുപ്പും പിന്നെ പനി പിടിച്ച് സൂക്കേട് പിടിക്കുന്ന കാലങ്ങളുമായിരുന്നു. മഴ തുടങ്ങിയാൽ പിന്നെ നിൽക്കില്ല. അങ്ങനെ ഒരു 30 ദിവസം 20 ദിവസമൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു വെയിലാണെങ്കിൽ കുറച്ച് ദിവസം താമസിക്കും. ജീവിത ചെലവുകൾ ഞങ്ങൾക്ക് നെൽകൃഷിയാണ്. ഇവിടെ അന്നത്തെ കാലത്തെല്ലാം കൂടുതൽ നെല്ലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ നെല്ല് മഴക്കാലമായത് നെല്ല് കൃഷി ചെയ്യും. പിന്നെ ചെറിയ കിഴങ്ങുകൾ, വർഗ്ഗങ്ങൾ, പൂള, കപ്പ എന്നുള്ള സാധനങ്ങൾ കൃഷി ചെയ്യും. അതിൽ നിന്നുള്ള ചെറിയ വരുമാനങ്ങളും ഉപയോഗിക്കാനും. അന്നത്തെ കാലം വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാലമായിരുന്നു. ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു സൗകര്യങ്ങളുമായി. ഭക്ഷണ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളൊക്കെ കൂടുതലായി. ഈ പുതിയ പള്ളി വന്നതിന് ശേഷം എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് വളരെയധികം ആൾക്കാരെല്ലാം കൂടിച്ചേർന്ന് പ്രാർത്ഥനാ കുർബാനയ്ക്കെല്ലാം പങ്കുകൂടുന്നുണ്ട്. അവർ അന്ന് അച്ഛന്മാരെല്ലാം ഞങ്ങളെ വളരെ നന്നായി നോക്കുകയും ആത്മീയമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും അടുത്തുചേരുകയും അങ്ങനെ കാര്യങ്ങളെല്ലാം നടത്തി പോന്നിരുന്ന അച്ഛന്മാരാണ്. കുറച്ചും കൂടി നന്നായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ വന്നതിന് ശേഷം കുറേ കൂടിയും മെച്ചപ്പെട്ട് പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തോട്ടങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വരുമാന മാർഗ്ഗങ്ങളായി കാപ്പിയായി, കുരുമുളകുണ്ട്. ആദ്യം റബ്ബർ ഉണ്ടായിരുന്നു. അത് മുറിച്ച് കളഞ്ഞിട്ടാണ് കാപ്പിയും ഇതൊക്കെ ചെയ്യുന്നത്. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു സമരായത്തിൽ. ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ? ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ? അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമെന്നു കുടിച്ചാൽ നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. ആ ദിവ്യജലം നാഥ നൽകണമെനിക്കൊരു പാത്രം. വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരേണ്ടല്ലോ. വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരേണ്ടല്ലോ.
മഹിളെ നീ വീട്ടിൽ പോയി നിൻ കണവനെയും കൊണ്ടുവരൂ, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. മഹിളെ നീ വീട്ടിൽ പോയി നിൻ കണവനെയും കൊണ്ടുവരൂ, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. നീ ചൊന്നതു സത്യം തന്നെ, കണവന്മാരഞ്ചുണ്ടായി, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. നിന്നിതമെൻ ജീവചരിത്രം നീ എങ്ങനെ സർവമറിഞ്ഞു, ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ. ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ. മകളെ നീ ശങ്കിക്കേണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുൻപിൽ നിൽക്കുന്നു, നീ അറിഞ്ഞുകൊള്ളുക. മകളെ നീ ശങ്കിക്കേണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുൻപിൽ നിൽക്കുന്നു, നീ അറിഞ്ഞുകൊള്ളുക. നിൻ മുൻപിൽ നിൽക്കുന്നു, നീ അറിഞ്ഞുകൊള്ളുക. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തേനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു സമറായെത്തി. ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ